ഇറാനുമായുള്ള യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ USന് കഴിയുമെന്നും ട്രംപ്. അമേരിക്കയുമായി സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, ഇറാനുമായുള്ള യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ലെന്നുമൊക്കെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇറാൻ US യുദ്ധം 3 ആഴ്ചക്കുള്ളിൽ അവസാനിപ്പിച്ചേക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതല്ല അമേരിക്കയുടെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഒരു കരാറോ ഉടമ്പടിയോ ഇല്ലാതെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും കൂടി ഇപ്പോൾ ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എന്തായിരുന്നു ഈ സൈനിക നടപടിയിലൂടെ അമേരിക്ക ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടു എന്നതാണ് ട്രംപ് നൽകുന്ന അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു അവകാശവാദം. ഈ ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ലെന്നും ട്രംപ് ഇപ്പോൾ വ്യക്തമാകുന്നു. അതോടുകൂടി ഇറാനുമേൽ അമേരിക്ക തുടരുന്ന സൈനിക നടപടി അത് അവസാനിപ്പിച്ചേക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏകപക്ഷീയമായി തന്നെ US പിന്മാറ്റത്തിന് തയ്യാറാണെന്നും സൂചന ഇതിലൂടെ നിലവിൽ ഇപ്പോൾ പുറത്തു വരികയാണ്. അതേസമയം തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഗ്ചി അത് ഈ ട്രംപിൻ്റെ ഈ അവകാശവാദത്തോട് സാധൂകരിക്കുന്ന ഒരു സന്ദേശം കൂടി അല്ലെങ്കിൽ പ്രസ്താവന കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. വാഷിംഗ്ടൺ ടെൻഡുമായി ഒരു ഔദ്യോഗിക വിവരം കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കുന്നത്. അതോടുകൂടി ഇറാൻ മേലുള്ള അമേരിക്കൻ്റെ സൈനിക നടപടി അത് 3 ആഴ്ചക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്നാണ് അല്ലെങ്കിൽ അവസാനിപ്പിച്ചേക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസത്തെ യൂറോപ്യൻ കൗൺസിലിൽ ആയിരുന്നു പ്രസിഡന്റായിട്ടുള്ള അന്റോണിയോ കോസ്റ്റയുമായി ടെലിഫോൺ സംഭാഷണത്തിലൂടെയാണ് ഇറാനും അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് താല്പര്യമുണ്ടെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതിൽ പ്രധാനമായും സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകണമെന്നും ഇറാന്റെ പ്രസിഡന്റ് ഈ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും 3 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇറാന് മേലുള്ള അമേരിക്കയുടെ സൈനിക നടപടി അവസാനിപ്പിച്ചേക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കുന്നു. ഇതോടുകൂടി അമേരിക്കയുടെ അല്ലെങ്കിൽ ഇറാന് മേലുള്ള സൈനിക നടപടി അവസാനിപ്പിക്കും. ഇത് ഭരണകൂടം തകർക്കലല്ല, ഈ ഇറാന്റെ ആണവായുധങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സൈനിക നടപടി മാത്രമായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ നിമിഷം ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ നിരവധി തവണ ട്രംപ് ഇക്കാര്യവും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇറാൻ മേലുള്ള സൈനിക നടപടി ഉടൻ അവസാനിപ്പിച്ചേക്കും എന്നത് 12 തവണയിലധികമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതേസമയം തന്നെ ഇന്നത്തെ പ്രഖ്യാപനം ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. ട്രംപ് ഈ സൈനിക നടപടി അവസാനിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള മറ്റൊരു രഹസ്യ നീക്കമാണോ ഇത് എന്നതും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. The people understand it. We'll be leaving very soon, and if France or some other country wants to get oil or gas, they'll go up through the Strait and Hormuz Strait. They'll go right up there and they'll be able to fend for themselves. I think it'll be very safe, actually, but we have nothing to do with that. What happens to the Strait, we're not going to have anything to do with, because these countries, China will go up and they'll fuel up their beautiful ships and they'll leave and they'll take care of themselves. There's no reason for us to do it. We hit them hard. We got rid of a lot of the radicalized lunatics along the Strait. But if they want something, but I would say that within 2 weeks, maybe 3, we're hitting them very hard. Last night we knocked out tremendous amounts of missile-making facilities. As you probably read or wrote.